മഞ്ഞു പെയ്യുന്ന ഡിസംബർ മാസം, വർണ്ണങ്ങൾ വാരിവിതറി നക്ഷത്രവിളക്കുകൾ, സാന്താക്ലോസ് സമ്മാനങ്ങളുമായി വരുന്നത് നോക്കിയിരിക്കുന്ന കുഞ്ഞുമക്കൾ, പുൽക്കൂടുകൾ, ക്രിസ്തുമസ് ട്രീകൾ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണല്ലേ നമ്മുടെ ഈ ഡിസംബർ മാസത്തിലൂടെ കടന്നു പോകുന്നത്. ഈ പുൽക്കൂട് നിർമ്മിച്ചിരിക്കുന്നത് ഒറ്റയ്ക്ക് ഒരാളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് എൻ്റെ അനിയൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അനിയത്തിയുടെ ഹസ്ബൻഡ് മാസങ്ങൾ എടുത്താണ് ഈ പുൽക്കൂടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. നമുക്കൊന്ന് കണ്ടാലോ എങ്ങനെയുണ്ടെന്ന്. കേട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. താങ്ക് യു. ഇത് അയർലൻഡിൽ അവരുടെ വീട്ടിലുണ്ടാക്കിയ പുൽക്കൂടാണ്. യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ട് വേറെ മ്യൂസിക്കൊന്നും ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അനിയത്തിയും ഹസ്ബൻഡും അയർലൻഡിൽ സെറ്റിൽഡാണ്. അവർ 3 വർഷത്തോളമായി അവിടെയാണ്. ഓരോ വർഷവും ഓരോ തീമിലാണ് സേവി പുൽക്കൂട് ഉണ്ടാക്കുക. കഴിഞ്ഞ വർഷത്തെ വേറെ ഒരു തീമായിരുന്നു, അതും അടിപൊളിയായിരുന്നു. ഈ വർഷത്തെയാണ് ഇത്. നിങ്ങൾ കണ്ടു നോക്കിയൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സേവി അയർലൻഡിൽ വർക്ക് ചെയ്യുകയാണ്. ഇടയ്ക്ക് കിട്ടുന്ന ഒഴിവ് സമയത്ത് ഉണ്ടാക്കിയെടുത്തതാണ് ഈ മനോഹരമായ പുൽക്കൂട്. ഒരുപാട് വെറൈറ്റി പുൽക്കൂടുകൾ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ കൂടി ഞങ്ങളുടെ സേവിയുടെ ഈ കൊച്ചു പുൽക്കൂടും നിങ്ങൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രൊഫഷനോടൊപ്പം പാഷനും ഒന്നിച്ചു കൊണ്ടുപോകുന്ന അവൻ്റെ കഴിവുകൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾ സഹായിക്കുമല്ലോ അല്ലേ. നമ്മൾ കണ്ണു ചിമ്മുന്ന വേഗത്തിലാണല്ലോ വർഷങ്ങൾ പോയി മറയുന്നത്. ഇതാ ഈ വർഷം കൂടി ഇവിടെ തീരാറായി. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നേരുന്നു. ഈ ക്രിസ്തുമസ് കാലം എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷവും സമാധാനവും വന്ന് നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഓൾ.